ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ എല്ലാവരുടെയും ഓണസദ്യ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി? ഓണമൊക്കെ അടുത്തു. അപ്പോൾ നമുക്കിനി സദ്യയൊക്കെ ഒരുക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു ഈസിയും ഭയങ്കര ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പച്ചടി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണത്തിൻ്റെ സദ്യയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇച്ചിരി മധുരവും എരിയും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴുത്തതാണ്. ഞാൻ 2 ദിവസം മുമ്പ് മേടിച്ച് വെച്ചതാണ്. എന്നിട്ട് ഇത്രയും പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഉള്ള അളവാണ് പറയാൻ പോകുന്നത്. കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ 1.5 കപ്പാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണിത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൈനാപ്പിൾ വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് ഏറ്റവും നല്ലത് പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഒന്ന് നടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും. നമ്മളിത് മധുരപ്പച്ചടി ആണല്ലോ, അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിളിന് വലിയ മധുരമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിവിടെ ഷുഗറും കൂടെ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഈ പൈനാപ്പിൾ ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 4 വിസിലിന് വെച്ച് വേവിച്ചു. പിന്നെ തുറന്ന് നോക്കി, പക്ഷെ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ 9 വിസിൽ അടിച്ചിട്ടാണ് എനിക്ക് പൈനാപ്പിൾ വെന്ത് കിട്ടിയത് കേട്ടോ. ഈ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം പൈനാപ്പിളിൻ്റെ കൂടെയും ചേർത്തിട്ടുണ്ട്, ഞാൻ ഇവിടെയും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും 4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, പക്ഷെ നല്ല പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഞാനിവിടെ ഇച്ചിരി വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ വേണം നമുക്ക് അരഞ്ഞു കിട്ടാൻ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ 9 വിസിൽ അടിച്ചതിന് ശേഷമാണ് ഇത് വെന്തത്. എന്നിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്കും പൈനാപ്പിൾ കറക്റ്റ് വേവാവും. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് വെള്ളം പറ്റിയതിന് ശേഷം ഞാനിപ്പോൾ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുവാണ്, അതായത് വെള്ളം പറ്റിയതിന് ശേഷം, കംപ്ലീറ്റ്ലി പറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഒന്ന് തിളച്ച് വരണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ, കാരണം നമ്മൾ ഇനി തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസ് ആവാൻ പാടില്ലല്ലോ, പച്ചടിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് പച്ചടിക്ക് ആ ടേസ്റ്റ്, മെയിൻ ടേസ്റ്റും മണവും ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇത് 1 ടീസ്പൂൺ കടുക് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതായത് ഞാൻ 1 ടീസ്പൂൺ കടുക് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അതായത് നമ്മൾ പച്ചടിയുടെ ആ മണമില്ലേ, അത് ഈ കടുക് ക്രഷ് ചെയ്തത് ചേർക്കുമ്പോഴാണ് ആ മണം വരുന്നത്.
അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഈ തേങ്ങയുടെ അരപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ ഇവിടെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ടൊക്കെ വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് തൈര്, ഞാനിത് ഒത്തിരി ഒന്നും കലക്കിയിട്ടൊന്നുമില്ല, പക്ഷേ അതിലെ കട്ടയെല്ലാം ഉടച്ച് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ കട്ടയെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വേണം ഒഴിക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, കാരണം തൈര് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇത് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ പിന്നെയും ചേർക്കുന്നുണ്ട്, കാരണം തൈരും കൂടെ ചേർത്തതിന് ശേഷമുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പൊക്കെ ചേർക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മുടെ പൈനാപ്പിൾ പച്ചടിയല്ലേ, അപ്പോൾ കുറച്ച് മധുരമൊക്കെ വേണ്ട. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി മധുരമൊന്നും ഇല്ല, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം, അടച്ചു വെച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് കടു പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അല്ലെങ്കിൽ സോസ് പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിന്, കാരണം എന്നാലേ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക്, അതും നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇപ്പോൾ ഇത് ചേർക്കുമ്പോൾ വലിയ എരിയൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ മധുരം ചേർക്കുന്നുണ്ട്, തൈരും ഉണ്ട്. അപ്പോൾ എരിയെല്ലാം ബാലൻസ് ആവുന്നുണ്ട്, ഒത്തിരി എരിയൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ അളവ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 3-4 വറ്റൽ മുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും. അതായത് നമ്മളിത് പൈനാപ്പിളിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു യെല്ലോ കളറാവും അന്നേരം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിയുടെ കൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാനിലുള്ള എണ്ണയൊക്കെ ഒന്ന് എല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചടി ഇതിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാലോ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ പച്ചടിയുടെ കളർ മാറിയത് കണ്ടോ, യെല്ലോ കളറായി. കാരണം നമ്മൾ ആ കടു പൊട്ടിച്ച് ഒഴിച്ചതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് മുളക് പൊടി ഇടാം, അപ്പോൾ ഇച്ചിരി റെഡ് കളറൊക്കെ കിട്ടും. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം, ഞാൻ മുളക് പൊടി അതിൽ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈസി പച്ചടി, പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഭയങ്കര കിക്കാന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ മധുരവുമാണ്, എരിയുമാണ്, പുളിയുമാണ്, അപ്പം എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ആൻഡ് ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ നിങ്ങളുടെ സദ്യയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താലും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പൈനാപ്പിൾ പച്ചടി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ല്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.